ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ 2024 മാത്തമാറ്റിക്സ് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവാണ്. അഥവാ ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണപരീക്ഷയിൽ 2020 നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ചോദ്യം. In the figure, O is the center of the circle. Angle ABC equal to 110. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും ABC 110. What is the measure of angle ADC? Angle ADC യുടെ അളവ് കാണുക. What is the measure of angle AOC? AOC യുടെ അളവ് കാണുക. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു തിയറി ഉണ്ട്. ഈ ബി എന്ന് പറയുന്നതും ഡി എന്ന് പറയുന്നതും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഈ രണ്ട് കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. അതിൽ 110 ഇവിടെ ഉണ്ട്. അപ്പോൾ ADC എത്രയായിരിക്കും? 70 ആയിരിക്കും. ഓക്കെ, 180 മൈനസ് 110 70. ഇനി ADC എന്ന് പറയുന്ന സർക്കിളിലുള്ള കോണാണ്. എ എന്നും സി എന്നും പോകുന്നതാണ്. അപ്പോൾ എയും സിയും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഇരട്ടി ആയിരിക്കും. അപ്പോൾ 70 ആണെന്നുണ്ടെങ്കിൽ അത് എത്രയായിരിക്കും? 140 ആയിരിക്കും. ഓക്കെ, സെൻട്രലുള്ള ആംഗിളിൻ്റെ പകുതി ആയിരിക്കും സർക്കിളിൽ. ഇനി സർക്കിളിലുള്ള ആംഗിൾ 180 മൈനസ് ചെയ്താൽ ഓപ്പോസിറ്റുള്ള ആംഗിളും കിട്ടും. രണ്ടാമത്തെ ചോദ്യം. In the figure, AB is the diameter of the semicircle. PA equal to 6 cm, PB equal to 4 cm. ചിത്രത്തിൽ AB അർദ്ധവൃത്തത്തിന്റെ വ്യാസവും PA 6 cm, PB 4 cm, PC ഈക്വൽ ടു എത്രയെന്ന് കാണണം. ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് PC as a side. PC ഒരു വശമായ ഒരു സമഭുജ ത്രികോണം വരയ്ക്കുക. ഓക്കെ, നമുക്കിങ്ങനെ AB ഡയമീറ്റർ ആയതുകൊണ്ട് അതിനെ P എന്ന് പറയുന്ന ഒരു പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു തിയറി പഠിച്ചിട്ടുണ്ട്. അഥവാ ഒരു ഡയമീറ്ററിന്റെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ PA ഇൻറ്റു PB ഈക്വൽ ടു PC സ്ക്വയർ. ഓക്കെ, അപ്പോൾ PA എന്ന് പറയുന്നത് 6 ആണ്, PB എന്ന് പറയുന്നത് 4 ആണ്. 6 4 24. PC സ്ക്വയർ 24 ആണെന്നുണ്ടെങ്കിൽ PC എത്രയായിരിക്കും? √24. നാലാമത്തെ ഓപ്ഷൻ √24. ഇനി ഈ PC വശമായിട്ട് നമ്മളൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കാൻ പോകണം, അഥവാ ഒരു സമഭുജ ത്രികോണം വരക്കാൻ പോവാണ്. അപ്പോൾ 6ഉം 4ഉം ആണ് നമുക്കുള്ള സൈഡുകൾ. അപ്പോൾ ആ 6ഉം 4ഉം വെച്ചിട്ട് നമ്മുടെ സൈഡുകൾ ഒന്ന് 6ഉം ഒന്ന് 4 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഈ 6ഉം 4ഉം വെച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു 6ഉം 4ഉം മൊത്തം 10 സെൻറ്റിമീറ്റർ വരക്കണം. ഇനി അതിൻ്റെ സെൻറ്റർ 5 സെൻറ്റിമീറ്റർ നമുക്കറിയാം. അപ്പോൾ കോമ്പസ് നമുക്ക് 5 സെൻറ്റിമീറ്ററിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്കൊരു സെമി സർക്കിൾ അർദ്ധവൃത്തം വരക്കാം. ഇനി 6ൻ്റെ അവിടെ മാർക്ക് ചെയ്യണം. ആറിൻ്റെ മാർക്കിങ് അവിടെ നിന്ന് കിട്ടുന്നില്ല. നമുക്ക് കോമ്പസ് വെച്ചിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. കോമ്പസ് അവിടെ വെച്ചിട്ട് നമുക്ക് ഒരു ഇത് വരക്കാം. പേനേറ്റും പെൻസിലേറ്റും അവിടെ കിട്ടുന്നില്ല. നിങ്ങൾ പെൻസിലേറ്റ് മാർക്ക് ചെയ്യണം കേട്ടോ. അവിടെ 6 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. കറക്റ്റ് 6 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ. കാരണം 6ഉം 4ഉം ആയിട്ടല്ലേ നമുക്ക് കട്ട് ചെയ്യേണ്ടി. അപ്പോൾ 6ഉം 4ഉം ആയതുകൊണ്ട് അതിന് 6 4 എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുക. ഞാൻ 6ൻ്റെ അവിടെ കോമ്പസ് ജസ്റ്റ് ഒന്ന് വെക്കുക കേട്ടോ. കോമ്പസിൻ്റെ നീഡിൽ മാർക്ക് ചെയ്യാൻ കഴിയണില്ല പോയിന്റ്. ഓക്കെ, 6ൻ്റെ അവിടെ കോമ്പസിൻ്റെ നീഡിൽ വെച്ചു. ഇനി ആ സ്കെയിൽ നമുക്ക് 6ൻ്റെ അവിടെ വെക്കാം. ഓക്കെ, 6 4 എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുക. ഇനി ആ സ്കെയിൽ കറക്റ്റ് 6ൻ്റെ അവിടെ വെക്കുക. എന്നിട്ട് കറക്റ്റ് 90 ഡിഗ്രി, അല്ലെങ്കിൽ പൊട്രാക്ടർ എടുത്തിട്ട് 90 ഡിഗ്രിയിൽ പോകണം കേട്ടോ. കറക്റ്റ് 90 ഡിഗ്രിയിൽ പോകണം. ആ 3 സെൻറ്റിമീറ്ററിൻ്റെ ആ ലൈന് കറക്റ്റ് നിൽക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക? അതിനെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇനി ഇതാണ് നമ്മളുടെ PC എന്ന് പറയുന്നത്. ഇനി ഈ PC ഒരു വശമായിട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞത്. ഇനി കോമ്പസിൽ നമ്മൾ ആ ലെങ്ത് മെഷർ ചെയ്യാൻ പോകണം കേട്ടോ.
അവിടെ ഒരു ആർക്ക് വരച്ചു. ഇനി ആ കോമ്പസിനെ നമ്മളെടുത്ത് നേരെ അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ഒരു ആർക്കും കൂടി വരയ്ക്കുകയാണ്. ഇനി ഈ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് വരക്കണേ. സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് വരക്കണം കേട്ടോ. യെസ്, ഇതാണ് നമ്മളുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, ആ ഷെയ്ഡ് ചെയ്ത് കാണുന്ന ട്രയാങ്കിൾ അതാണ് നമ്മളുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് PC as a side. then അടുത്തത്, in the figure O is the center of the circle, angle ACB equal to 50 degree. What is the measure of angle AOB? ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും ACB 50 ഡിഗ്രിയും AOBയുടെ അളവ് കാണുക. Draw a triangle of circumradius 3.5 and two angles 50 degree and 65 degree. പരിവൃത്ത ആരം 3.5 സെന്റിമീറ്ററും രണ്ട് കോണുകൾ 50 ഡിഗ്രി 65 ഡിഗ്രിയുമായ ത്രികോണം വരയ്ക്കുക. ഫസ്റ്റത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സർക്കിളിലെ കോണ് 50 എങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. സർക്കിളിലുള്ളത് എത്രയാണോ അതിൻ്റെ ഇരട്ടി 100 ഡിഗ്രി. ഓക്കെ, സർക്കിളിലുള്ളത് എത്രയാണോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും സെൻട്രൽ വരിക. സർക്കിളിൽ 50 ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ എത്രയായിരിക്കും? 100 ആയിരിക്കും. ഇനി റേഡിയസ് 3.5ഉം 50ഉം 65ഉം ആയിട്ടാണ്. അപ്പോൾ ഈ രണ്ട് കോണുകളുടെയും ഇരട്ടി എടുക്കുക. 50ന്റെ ഇരട്ടി 100 വരും, 65ന്റെ ഇരട്ടി 130 വരും. റേഡിയസ് 3.5 ആണ്. ഇനി ഇത് വെച്ചിട്ട് ഞാൻ സർക്കം റേഡിയസ് അല്ലെങ്കിൽ നമ്മൾ ആ ട്രയാങ്കിൾ വരക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് 3.5 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു സർക്കിൾ വരക്കാൻ പോവാണ്. കോമ്പസിൽ 3.5 സെന്റിമീറ്റർ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരയ്ക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്കൊരു റേഡിയസ് വരക്കാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ അവിടെ തന്നെ ഒരു റേഡിയസ് വരക്കുകയാണ്. കുറച്ചും കൂടി നീട്ടി വരക്കാം കേട്ടോ. കറക്റ്റ് സെൻറ്ററിൽ വരണം. ഓക്കെ, ഞാനവിടെ റേഡിയസ് വരച്ചു. ഓക്കെ, ഇനി പൊട്രാക്ടർ എടുത്തിട്ട് 50ന്റെ ഇരട്ടി 100 ആണ്. അപ്പോൾ പൊട്രാക്ടർ കറക്റ്റ് സെൻറ്ററിൽ ഫിക്സ് ചെയ്യുക. പൊട്രാക്ടർ വെക്കുമ്പോൾ നോക്കുക കേട്ടോ, ഈ സെൻറ്ററിലുള്ള പോയിന്റ് ഇവിടെ കറക്റ്റ് സെൻറ്ററിൽ വെക്കുക. എന്നിട്ട് ഈ 0 കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. ലൈൻ എങ്ങോട്ടാണോ പോകുന്നത് അവിടുത്തെ 0 തുടങ്ങുക. അപ്പോൾ 50ന്റെ ഇരട്ടി എത്ര വരും? 100 വരും. ഇവിടെ അവിടെ ഒരു മാർക്ക് ചെയ്തിട്ട് വരക്കണം നിങ്ങൾ കേട്ടോ. സ്കെയിൽ വെച്ചിട്ട് ഞാൻ ആ പൊട്രാക്ടറിൻ്റെ മേലെ കൂടെ തന്നെയാണ് വരക്കണം. നിങ്ങൾ സ്കെയിലും പെൻസിലും വെച്ച് മാർക്ക് ചെയ്തിട്ട് വരക്കുക. ഇനി പൊട്രാക്ടർ വീണ്ടും കറക്കിയിട്ട് നമ്മൾ വരച്ച ലൈൻ നമുക്ക് ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് അടുത്ത ആംഗിൾ 130 ഡിഗ്രി. ഇവിടെ നമ്മൾ 100 വരച്ചു കേട്ടോ. ഇനി 130 എവിടെതാ? ഇവിടെ. ഓക്കെ, ഇവിടെ 0 തുടങ്ങുക. ഇങ്ങനെ വന്നിട്ട് 130, കാരണം ലൈൻ അങ്ങോട്ടല്ലേ പോണ്. അപ്പോൾ അവിടെ 0 തുടങ്ങിയിട്ട് ഇവിടെ 130 ഡിഗ്രി. ഇനി ഈ 3 പോയിന്റുകൾ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, 100ന്റെ ഓപ്പോസിറ്റ് ഇവിടെ 50 വരും. 130ന്റെ ഓപ്പോസിറ്റ് ഇവിടെ 65 വരും. ഓക്കെ, അടുത്ത ചോദ്യം. In the figure ABCDE are points on the circle. Angle BCD equal to 100 degree. Angle CDF equal to 65 degree. ചിത്രത്തിൽ ABCDE എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ആംഗിൾ BCD 100 ഡിഗ്രിയാണ്, CDF 65 ആണ്. ഈ പറഞ്ഞ കോണുകളൊക്കെ കാണണം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ആദ്യം ADC. ഈ ADC എന്ന് പറയുന്ന കോണ്. ഓക്കെ, ABC ആണ് കാണേണ്ടത്. അതിന് ADC കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ABC കാണാൻ സുഖമാണ്. കാരണം ABCD എന്ന് പറയുന്നൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററാണ് കേട്ടോ. A സർക്കിളിലാണ്, ബിയും സർക്കിളിലാണ്, സിയും സർക്കിളിലാണ്, ഡിയും സർക്കിളിലാണ്. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും. അപ്പോൾ ADC കിട്ടിക്കഴിഞ്ഞാൽ ABC കാണാൻ സുഖമാണ്. അപ്പോൾ ADC എങ്ങനെ കാണാം? ഇതിങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ? ADF എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈനിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ആണ്. അപ്പോൾ അതിൽ നിന്ന് 65 മൈനസ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ADC കിട്ടും. അപ്പോൾ 180 65 പോയാൽ 115. ഇനി ADCയും ABCയും കണ്ടോ, ADCയും
എ ബി സിയും കൂട്ടിയാൽ 180 കിട്ടും. കാരണം സൈക്ലിക് ക്വാഡ്രിലാറ്ററലായ എ ബി സി ഡിയുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണിത്. അപ്പോൾ എ ഡി സി നമുക്ക് കിട്ടി 115 അപ്പോൾ 180 115 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, 180 115 പോയാൽ ബാക്കി 65. അപ്പോൾ എ ബി സി എത്രയാ? 65. ഫസ്റ്റത്തതായി. ഇനി എ ഇ സി ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയാൽ അതും 65 ആയിരിക്കും. അതും എ സി എന്ന് പറയുന്ന 2 പോയിന്റ് എന്നാണ്, ഒരേ വൃത്തഖണ്ഡത്തിലാണ്, ഒരേ ആർക്കിലാണ്. അപ്പോൾ ബി 65 ആണെന്നുണ്ടെങ്കിൽ ഇയും എത്രയായിരിക്കും? 65 ആയിരിക്കും. ഇനി ബി സി ഇതാ ഈ ആംഗിൾ. ഓക്കെ, അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതിന് ബി സി എന്ന് പറയുന്നത് 90 മൈനസ് 65 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാതെ എങ്ങനെ 90 മൈനസ് 65 ആയത്? അതിന് ഞാൻ ഇതൊന്നും വായിക്കട്ടെ കേട്ടോ. ഓക്കെ, ഈ ആംഗിൾ ഇത് നമ്മൾ കണ്ടുപിടിച്ചു എത്ര? 65 എന്നുള്ളത് കേട്ടോ. ഈ എ ഇ സി എന്ന് പറയുന്നത് 65 എ ഇ സി ഇത് കേട്ടോ. എ ഇ സി 65 ഇവിടെ 90 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 90 ആയിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? അപ്പോൾ ഇവിടെ 90 ഇവിടെ 90. ഇവിടെ സി, പിന്നെ ഈ 90 ഇതിനെ പേര് കൊടുത്തില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ, ഓയോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, സി ഒ ഇ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ അല്ലേ? അതിൽ ഒരു കോണ് 90. ഒരു കോണ് 90 ആണെന്നുണ്ടെങ്കിൽ മറ്റേ 2 കോണ് കൂട്ടിയാൽ എത്ര കിട്ടുക? 90 ആണ് കിട്ടുക. കാരണം ഒരു ത്രികോണത്തിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. അതിൽ ഒരു ആംഗിൾ 90 ഇത്. അപ്പൊ ബാക്കി ഇനി എത്ര ഉണ്ട്? 90. അതിൽ ഒരാൾ 65. അപ്പൊ 90 65 മൈനസ് ചെയ്താൽ പോരെ? അപ്പൊ എത്ര കിട്ടും? 25 കിട്ടും. അപ്പൊ ബി സി ഇ എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയാ? 25. ഓക്കെ, ഇനി ബി സി ഇ 25 ആണെന്നുണ്ടെങ്കിൽ ഡി എ ഇ എന്ന് പറയുന്ന ഈ ആംഗിൾ. ഓക്കെ, ഡി എ ഇ ആണ് ഇനി കാണേണ്ടത്. ഏതാ കാണേണ്ടത്? ഡി എ ഇ. ഡി എ ഇയും ഡി സി ഇയും ഏതൊക്കെയാ? ഒരു മിനിറ്റ്. ഡി എ ഇയും ഡി സി ഇയും കൂടിയും കൂട്ടിയാൽ 180 കിട്ടും. കാരണം എ ഡി സി ഇ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഡി എ ഇ ആണ്. ഡി സി ഇ എന്ന് പറയുന്നത് 100ഉം ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടിയത്? 25. 100 25 ഇത് 25 അല്ലേ? ഏതാ? ഓക്കെ, അപ്പൊ 100ഉം 25ഉം കൂട്ടിയാൽ 125. ഓക്കെ, അപ്പൊ ഡി എ ഇ എത്രയാ? 180 125 കുറച്ചാൽ മതി. എത്ര കിട്ടും? 55. അപ്പൊ ഡി എ എത്രയാ? 55. ഇപ്പൊ എല്ലാ കോണും കിട്ടിയില്ലേ? ഓക്കെ. In the figure, could PQRS meet the point T, TP equal to 10 cm, PQ equal to 6 cm, TS equal to 5 cm. ചിത്രത്തിൽ PQRS നീളങ്ങൾ T എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. ഓരോന്നിന്റെ നീളങ്ങൾ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് TQ? TQന്റെ നീളം കാണണം. TP into TQ കാണണം. Then find the length of RS. RSന്റെ നീളം കാണുക. അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം ടി ക്യു കാണാനാണ്. മക്കൾ എവിടെ ശ്രദ്ധിച്ചേ? ടി പി 10 ആണ്. ടി പി എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ലെങ്ത് അത് 10 ആണ്. ആ 10ന്ന് ഈ 6 പോയാൽ ടിക്ക് കിട്ടൂലേ? അപ്പൊ 10 മൈനസ് 6 4. ഇനി ടി പി ഇൻറ്റു ടി ക്യു ആണ് ചോദിച്ചിട്ടുള്ളത്. അത് 6 ഇൻറ്റു 4, സോറി 10 ഇൻറ്റു 4. ടി പി എന്ന് പറയുന്നത് 10 ആണ്. ഇതാ ടി പി 10 ആണ്, ടി ക്യു 4 ആണ്. 10 ഇൻറ്റു 4 40. ഇനി ആർ എസിന്റെ വാല്യൂ കാണാനാണ്. അതിന് നമ്മൾ ഇക്വേഷൻ കൊടുത്തു ടി പി ഇൻറ്റു ടി ക്യു. സർക്കിളിന്റെ പുറത്താണ് മുട്ടുന്നതെങ്കിൽ ടോട്ടൽ ലെങ്ത്തും പുറത്തത്തെ ലെങ്ത്തും. അതേപോലെ ടി ആർ ഇൻറ്റു ടി എസ്. ഓക്കെ, അപ്പൊ ടി പി നമുക്കറിയാം 10 ആണ്, ടി ക്യു നമുക്കറിയാം 4 ആണ്. അല്ലെങ്കിൽ ടി പി ഇൻറ്റു ടി ക്യു എന്ന് പറഞ്ഞാൽ 40 ആണ്. ടി ആർ ഇൻറ്റു ടി എസ് 5 ആണ്. ഈ 5നെ അപ്പുറം കൊണ്ടുവന്നു. അപ്പൊ എത്രയായി? 40/5 8 എന്ന് കിട്ടും. അപ്പൊ ടി ആറിന്റെ വാല്യൂ 8 ആണ്. ടി ആർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് 8 ആണ്. ഓക്കെ, ആ 8ന്ന് 5 പോയാൽ ആർ എസ് കിട്ടൂലേ? അപ്പൊ ആർ എസ് എത്രയായിരിക്കും? 3 ആയിരിക്കും. 8ന്ന് 5 പോയാൽ 3. ഓക്കെ, draw a rectangle of side 7 cm and 3 cm. Draw square of the same area. വശങ്ങളുടെ നീളം 7 3 എന്നിങ്ങനെ വരുന്ന ചതുരം വരക്കുക. തുല്യ പരപ്പളവുള്ള സമചതുരം വരക്കുക. അപ്പോൾ വശങ്ങളുടെ നീളം 7 3 ആണ്. അപ്പോൾ 7 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരക്കണം ആദ്യം.
7 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയിലും നമ്മൾ ആദ്യം റെക്റ്റാങ്കിൾ വരക്കുകയാണ്. 7 സെൻറ്റിമീറ്റർ നീളം വരച്ചു. റെക്റ്റാങ്കിൾ വരക്കുമ്പോൾ ആംഗിൾ കറക്റ്റ് 90 വരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരു 3 സെൻറ്റിമീറ്ററും കൂടിയും വരച്ചു. ഓക്കെ, ഇനി ഒരു 7 സെൻറ്റിമീറ്റർ നീളം വരക്കണം. സ്കെയിലൊന്ന് നേരെ വെക്കാം. പ്രൊട്രാക്ടർ വെച്ച് കറക്റ്റ് 90 എടുത്ത് വരക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നിങ്ങളുടെ ഇതിനനുസരിച്ച് വരക്കുക. കറക്റ്റ് 90 ഡിഗ്രി വരണത് ശ്രദ്ധിക്കണേ. 3. ഇനി സ്ക്വയർ ആണ് വരക്കുന്നത്. ആ 3 സെൻറ്റിമീറ്റർ വീതിയെ ഈ 7 സെൻറ്റിമീറ്ററിൻ്റെ കൂടെ കൂട്ടി വരക്കുക. 3 സെൻറ്റിമീറ്റർ ആണ് നമ്മളുടെ വീതി. ആ 3 സെൻറ്റിമീറ്ററിനെ ഈ 7ൻ്റെ കൂടെ കൂട്ടി വരക്കണം. നമുക്ക് സ്കെയിൽ കുറച്ചൊന്ന് താത്താം. അപ്പോൾ കറക്റ്റ് ആ ലൈനും കൂടെ പോകും. ഓക്കെ, അപ്പോൾ 7 സെൻറ്റിമീറ്ററിൻ്റെ കൂട്ടത്തിൽ ഒരു 3 സെൻറ്റിമീറ്റർ കൂടി, അഥവാ നമ്മളുടെ വീതി ആയിട്ടുള്ള 3 സെൻറ്റിമീറ്ററും കൂടിയും കൂട്ടി വരക്കുക. അപ്പോൾ മൊത്തം 10 സെൻറ്റിമീറ്റർ വരും. ഇനി ഈ 10ൻ്റെ സെൻറ്റർ കാണണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചുകൊണ്ട് നമുക്ക് സെൻറ്റർ കാണാം. മോർ ദാൻ ഹാഫ് എടുക്കുക, പകുതിയിൽ കൂടുതൽ എടുക്കുക. 10ൻ്റെ സെൻറ്റർ 5 ആണെന്ന് അറിയാം, എങ്കിലും നമ്മളുടെ ഒരു മെത്തേഡ് പ്രകാരം ഇനി അത് വരച്ചില്ല എന്നുണ്ടെങ്കിൽ 5 വരച്ചിട്ടെങ്കിലും വരക്കുക കേട്ടോ. മോർ ദാൻ ഹാഫ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പകുതിയിൽ കൂടുതൽ എടുത്താണ്ട് താഴെ മേലെ എന്ത് ചെയ്യണം, ആർക്ക് വരക്കണം. അപ്പം ഞാൻ ആർക്കുകൾ വരക്കുകയാണ് കേട്ടോ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാനും വേണ്ടിയിട്ടുള്ള ആർക്കുകൾ വരക്കുകയാണ്. ഇനി ആ ആർക്കുകൾ കൂട്ടിമുട്ടിയ ബിന്ദുക്കൾ തമ്മിൽ എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. ഓക്കെ, ഇനി ആ സർക്കിളിൻ്റെ ആ ലൈനിൻ്റെ സെൻറ്ററിൽ കോമ്പസ് വെച്ചിട്ട് നമുക്കൊരു സെമി സർക്കിൾ അഥവാ ഒരു അർദ്ധവൃത്തം വരക്കണം. ഓക്കെ, ഓക്കെ. ഇനി ആ റെക്റ്റാങ്കിളിൻ്റെ 3 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ, കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് വരക്കണം. ഇത് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൂൾ വെച്ചിട്ട് വരക്കുന്നത് കേട്ടോ. കറക്റ്റ് സ്ട്രൈറ്റ് ലൈനാണ് പോവുക, അതുകൊണ്ടാണ്. എന്നിട്ട് അതിനെ സർക്കിളിലേക്ക് മുട്ടിക്കുക. ഞാൻ മുട്ടിച്ച് കണ്ടില്ലേ. അതിനുശേഷം കോമ്പസിൽ ആ ലെങ്ത് എടുക്കുക. അതാണ് നമ്മളുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ്. ഇനി ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരക്കുക. ഇനി അവിടെ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ വരക്കാം. ഇനി ആ സ്ട്രൈറ്റ് ലൈനിന് തട്ടിയ ആ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒരു ആർക്കും, പിന്നെ സർക്കിളിൽ ടച്ച് ചെയ്ത ആ പോയിന്റ് ഉണ്ടല്ലോ, അവിടുന്ന് ആ ആർക്കിനെ കട്ട് ചെയ്താണ് നമ്മുടെ സ്ക്വയറിൻ്റെ ഇതാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 പോയിന്റൊന്നും പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് ഒരു 90 ഡിഗ്രി വരച്ചാലും മതി, 90 ഡിഗ്രി വരച്ചാലും മതി. കാരണം നമ്മുടെ 90 ഡിഗ്രി നമ്മൾ എവിടെ പാസ് ചെയ്യുക, 90 ഡിഗ്രിയിലാണ് നമ്മുടെ സ്ക്വയറിൻ്റെ എല്ലാ ആംഗിളും പാസ് ചെയ്യുക. അപ്പം അങ്ങനെ വരച്ചാലും മതി. കട്ട് ചെയ്തു. ഇനി ആ കട്ട് ചെയ്ത പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, യോജിപ്പിക്കാം. അതാണ് നമ്മളുടെ സ്ക്വയർ. 7 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരം വരച്ച് തുല്യ പരപ്പളവുള്ള സമചതുരം വരക്കാൻ പറഞ്ഞു. ഇതാണ് നമ്മളുടെ സമചതുരം. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഭാഗമാണ് നമ്മളുടെ സമചതുരം. അതിന് നമ്മളുടെ സ്ക്വയറിൻ്റെ നമ്മളുടെ റെക്റ്റാങ്കിളിൻ്റെ അതേ ഏരിയ ആയിരിക്കും. Then അടുത്ത ലാസ്റ്റ് ചോദ്യം. ഇൻ ദ ഫിഗർ O is the center of the circle, OBD equal to 20 degree, BDC equal to 30 degree. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും OBD 20ഉം BDC 30ഉമാണ്. ODB കാണണം. നോക്കിയ മക്കളെ, ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ OBD എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ. 2 സൈഡ് ഈക്വൽ ആയാൽ 2 ആംഗിളും എന്താവും, ഈക്വൽ ആവും. അപ്പോൾ BOD ആണ് കാണേണ്ടത്. BDO എത്രയായിരിക്കും, 20 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും, 20 ആയിരിക്കും. 20 20 എത്രയായി, 40 ആയി.
അപ്പോൾ ബാക്കിയല്ലേ ഇവിടെ വരിക ട്രയാങ്കിളിൻ്റെ അവിടെ 140 വരൂലേ അപ്പോൾ അല്ലേ ODB യും 20 ആയിരിക്കും. ODB 20 ആവാനുള്ള കാരണം ഞാൻ പറഞ്ഞു. എന്താ ODB 20 ആവാനുള്ള കാരണം? ഫസ്റ്റത്തെ ആംഗിൾ ODB തന്നെയാണ് അല്ലേ. ODB 20 ആയിരിക്കും. ODB 20 ആവാനുള്ള കാരണം എന്താണ്? OB യും OD യും റേഡിയസ് ആണ്. OB യും OD യും റേഡിയസ് ആണ്, ആരങ്ങളാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റുള്ള കോണുകളും തുല്യമാവും 20 20. ഇനി BOD ആണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത്. BOD എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. രണ്ട് ആംഗിൾ 20 ആണ്. അപ്പൊ മറ്റത് എത്രയായിരിക്കും? 140 ആയിരിക്കും. കാരണം 20 20 40. 180 നിന്ന് 40 പോയാൽ 140. ഇനി BAC എവിടെ? BAC ഇതാ ഈ ആംഗിൾ. ഓക്കെ, BAC ആണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത്. നോക്കിയാ മക്കളെ, BAC എങ്ങനെ 30 തരുന്നു നോക്കിക്കോട്ടോ. BAC ബി എന്ന് തുടങ്ങി എയിൽ തട്ടി സിയിലോട്ട് വരുന്നു. BC എന്ന് പറയുന്ന കോഡ് അതേപോലെ തന്നെ അല്ലേ നോക്കി, ബി എന്ന് തുടങ്ങി ഡിയിൽ ടച്ച് ചെയ്ത് സിയിലോട്ട് വരുന്നു. അതേ ആർക്ക് തന്നെയല്ലേ അല്ലേ? അത് 30 ആണെന്നുണ്ടെങ്കിൽ ഇതും എത്രയായിരിക്കും? 30 ആയിരിക്കും. അപ്പൊ BDC 30 ആയതുകൊണ്ട്, കാരണം അതും ബി എന്നും സി എന്നുമാണ്. ബി എന്ന് തുടങ്ങി സിയിൽ അവസാനിക്കുന്നു. അപ്പൊ ഇതും എന്താണ്? 30 ആണ്. ഇനി അടുത്ത് BCD. എവിടെ? BCD ഈ ആംഗിൾ മുഴുവനായിട്ട്. ഓക്കെ, ഇനി BCD ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന് BAD 70 ആയിരിക്കും. ഇവിടെ 140 ആണ്. ഒരു മിനിറ്റ്, ഇവിടെ 140 അല്ലേ സെന്ററിൽ BOD. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് എത്രയായിരിക്കും? 70 ആയിരിക്കും. 140ന്റെ പകുതി 70. ഇവിടെ 70 ആണെന്നുണ്ടെങ്കിൽ BCD എത്രയായിരിക്കും? 110 ആയിരിക്കും. കണ്ടോ? കാരണം ഈ കോണും കൂട്ടിയാൽ 180 കിട്ടും. അപ്പൊ അവിടെ 70 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 110 ആയിരിക്കും. ഇനി അടുത്ത് COD. ഈ ആംഗിൾ COD. COD എന്ന് പറയുന്നത് അതെങ്ങനെ നോക്കിക്കോ. ഇവിടെ ഒരു മിനിറ്റ്, ഓക്കെ, ആദ്യം CBD കാണാണ്. ഏതാണ്? CBD. ഈ ആംഗിൾ. അതിന് ഇത് 30 ആണ്, ഇത് 110 ആണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഈ ആംഗിൾ കാണണം തോന്നിയെന്ന് അറിയോ? നോക്കിയാ, COD എന്ന് പറയുന്നത് സിയും ഡിയും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. അപ്പൊ സി എന്നും ഡി എന്നും സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടിയല്ലേ സെൻട്രൽ വരിക. അപ്പോൾ ആദ്യം CBD കാണുകയാണ് ഞാൻ. CBD എത്രയായിരിക്കും? 180 നിന്ന് 110 30 മൈനസ് ചെയ്താൽ മതി. കാരണം CBD എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ ഇവിടെ കണ്ടോ, അതിൽ 110 30 കൂട്ടിയാൽ 140. അപ്പൊ 180 നിന്ന് 140 പോയാൽ 40. അപ്പൊ ഇവിടെ 40 ആണ്. CBD എന്ന് പറയുന്ന ഈ ആംഗിൾ 40 ആണ്. ഇത് സെൻട്രൽ സർക്കിൾ ഉണ്ടാക്കുന്നതല്ലേ, C സർക്കിളിൽ B പിന്നെ D. അപ്പൊ സെൻട്രൽ എത്രയായിരിക്കും? അതിന്റെ ഇരട്ടി 80 വരും. അപ്പൊ COD എത്രയാണ്? 80 ഡിഗ്രി. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് മക്കളെ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2024 ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. നമ്മൾ അടുത്ത ഇനി ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. ഇതൊക്കെ നമുക്കൊന്ന് റെഫർ ചെയ്തത് നല്ലതാണ്. ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ എന്ത് ചെയ്യും? ഒന്നും കൂടി ഒന്ന് റെഫർ ചെയ്യും ടീച്ചർമാരെ വകയായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാവും. നമ്മുടെ പബ്ലിക് എക്സാമിന് ഫസ്റ്റ് തൊട്ടുള്ള ചാപ്റ്ററുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഒരിക്കലും കഴിഞ്ഞ ചാപ്റ്ററാണ്, അതുകൊണ്ട് ഇത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് പബ്ലിക് എക്സാമിന് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് അവസാനത്തെ ചാപ്റ്റർ വരെ ഉള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓണപ്പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു എന്ന് കരുതി സങ്കടപ്പെട്ടിരിക്കൊന്നും വേണ്ട. പരീക്ഷകൾ ഇനിയും വരുന്നുണ്ട്. മുട്ടുവിൻ തുറക്കപ്പെടുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പരിശ്രമിക്കുക. ഓക്കെ, പരിശ്രമിക്കുന്നവർക്ക് വിജയമുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പരിശ്രമിക്കുക. ഓക്കെ, ഒരു ഡയലോഗ് ഉണ്ട്, പൗലോ കോലോ പറയുന്നത് എന്താ? നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നമ്മളുടെ കൂടെ നിൽക്കുന്നതാണ്. അപ്പം നന്നായിട്ട് ആഗ്രഹിക്കുക, അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ആഗ്രഹം ആത്മാർത്ഥമാണെങ്കിൽ ഈ ലോകം തന്നെ നമ്മളുടെ കൂടെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. See you soon. Till then, bye bye.